എല്ലാവർക്കും സ്വാഗതം. +1 സീറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ 2 തവണ നിങ്ങളുമായി സംസാരിച്ചിരുന്നു. ഇത് 3-ാം തവണയാണ്. അപ്പോൾ 2 അലോട്ട്മെൻറ്റുകൾ വന്നു. കുട്ടികൾ പലരും പ്രവേശനം നേടി. ഒപ്പം തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ പലരും താൽക്കാലികമായും പ്രവേശനം നേടിയവരുണ്ട്. ഇനി 3-ാം അലോട്ട്മെൻറ്റിലാണ് വരാനുള്ളത്. പക്ഷേ എങ്ങനെയാണ്, കുറേ കുട്ടികൾ പുറത്താണുള്ളത്. അവർക്ക് പ്രതീക്ഷ എത്രത്തോളമാണ്? അതായത് ഇപ്പം നമ്മുടെ ഫസ്റ്റ് അലോട്ട്മെന്റ്, സെക്കൻഡ് അലോട്ട്മെന്റ് പൂർത്തിയായി. ഇപ്പം ആഗ്രഹിച്ച സ്കൂളോ അല്ലെങ്കിൽ ആ ഒരു സ്ട്രീമോ കിട്ടാത്ത കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരിപ്പം താൽക്കാലികമായിട്ടുള്ള പ്രവേശനമാണ് നേടിയിരിക്കുന്നത്. ഇനി മുഖ്യ അലോട്ട്മെന്റിൽ ഒരു അലോട്ട്മെന്റും കൂടിയാണുള്ളത്, 3rd അലോട്ട്മെന്റ്. അതിന്റെ ലിസ്റ്റ് ഈ ജൂൺ 15-ാം തീയതി പ്രസിദ്ധീകരിക്കും. ജൂൺ 16-നും 17-നും ആയിരിക്കും അഡ്മിഷൻ എടുക്കാനുള്ള സമയം. അപ്പോൾ അതിൽ എനിക്ക് തോന്നുന്നു പരമാവധി കുട്ടികൾക്ക് കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. താൽക്കാലിക പ്രവേശനം നേടിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സ്ഥിര പ്രവേശനം നേടേണ്ട ഒരു സമയവും കൂടിയാണ്. 3rd അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് എവിടെയാണോ വന്നേക്കുന്നത്, താൽക്കാലികമായിട്ട് പ്രവേശനം നേടിയ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം 3rd അലോട്ട്മെന്റിന്റെ സമയത്ത് നിങ്ങൾക്ക് ഏത് സ്കൂളിലാണോ ഏത് സ്ട്രീമാണോ കിട്ടിയേക്കുന്നത് അവിടെ പോയിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കണം എന്നുള്ളതാണ്. എടുക്കാൻ പറ്റും. അതേപോലെ നമ്മളിപ്പോൾ കൂടുതൽ കുട്ടികൾ ഉള്ളത് കൊണ്ട് തന്നെ സർക്കാർ ഇപ്പോൾ ഇന്ന് പുതിയൊരു ഉത്തരവ് വന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് 11-ാം തീയതിയാണ്. അതായത് 10% കൂടി സീറ്റ് വർധനവ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും 50 പൊതുവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 സീറ്റാണ് ഹയർ സെക്കൻഡറിയിൽ ഉണ്ടാവും ഒരു ക്ലാസ് എന്ന് പറയുന്നത്. എല്ലാ വർഷവും 20% മാർജിനൽ ഇൻക്രീസ്മെന്റ് കൊണ്ടുവരാറുണ്ട്. അപ്പൊ അത് പ്രകാരം ഒരു ക്ലാസ്സിൽ 60 സീറ്റ് എന്നുള്ള രീതിയിലേക്ക് വരും. അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ ഒരു 10 സീറ്റിന്റെ വർധനമാണ് ഉണ്ടാകുന്നത്. അപ്പൊ നിങ്ങളിപ്പോ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ 10% കൂടി മാർജിനൽ ഇൻക്രീസ് വന്നു കഴിഞ്ഞാൽ അത് 60 എന്നുള്ളത് 60 എന്നുള്ളത് ഒരു 65ലേക്ക് എത്താനുള്ള ഒരു സാധ്യതയാണ്. അത് ഒരു ക്ലാസ്സിലാണ് മൊത്തം ഒരു ക്ലാസ്സിലാണ് അത് വരുന്നത്. അത് 4 ക്ലാസ് ഉണ്ടെങ്കിൽ 40 കുട്ടികൾക്ക് 20 ഒരു ക്ലാസ്സിൽ 5 എന്നുള്ള രീതി. ഓൾറെഡി പിന്നെ 20% മാർജിനൽ ഇൻക്രീസ് വന്നു കഴിഞ്ഞു. അതായത് 50 എന്നുള്ളത് 60ലേക്ക് എത്തി. പിന്നെ വീണ്ടും 10% ഇൻക്രീസ്മെന്റ് വന്നു കഴിഞ്ഞാൽ ഒരു 65 എന്നുള്ള നമ്പറിലേക്ക് വരാൻ സാധ്യത. ഇപ്പം നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മട്ടൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനാണ്. അപ്പോൾ രക്ഷിതാക്കളൊക്കെ വിളിക്കും പറയുകയൊക്കെ ചെയ്യുന്നുണ്ടാവും. എത്രത്തോളം ഈ ഫുൾ A+കാരൊക്കെ അഡ്മിറ്റ് ആയോ, പരിഗണിക്കും? അതായത് അവരുടെ ആ ഒരു ടോട്ടൽ മാർക്ക് കൺസിഡർ ചെയ്തിട്ടാണ് അവർക്ക് അലോട്ട്മെന്റ് കിട്ടുന്നത്. ചില സ്കൂളുകളിൽ അവർ പഠിച്ച സ്കൂളിലൊക്കെ ആണെങ്കിൽ വളരെ എളുപ്പത്തിൽ കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ചില കുട്ടികൾക്ക് അവരുടെ ആ ഒരു മുനിസിപ്പാലിറ്റിയിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ, ഇനി എല്ലാ പഠിച്ച സ്കൂൾ അല്ലാതെ വരുമ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ ഈ സ്ട്രീമിൽ നിന്ന് മാർക്ക് അല്ലെങ്കിൽ ഈ ഒരു ഇതിൽ വരാത്ത ഒരു അവസ്ഥ വരുന്നുണ്ട്. പല കുട്ടികൾക്കും കിട്ടാത്ത ഫുൾ A+ ആണെങ്കിൽ പോലും അവർ ആഗ്രഹിച്ച ആ ഒരു സ്ട്രീമിലേക്കോ അല്ലെങ്കിൽ ആഗ്രഹിച്ച സ്കൂളോ കിട്ടാത്ത ഒരു അവസ്ഥയുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഒരു 90% കുട്ടികൾ ഫസ്റ്റ് അലോട്ട്മെന്റ് തന്നെ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞു ആ കാറ്റഗറിയിൽ വരുന്നവർ. അപ്പോൾ ഈ നമ്മൾ ഈ പറഞ്ഞ ഫുൾ A+കാർ യെസ്. അപ്പോൾ അതാണ് നല്ല പ്രതീക്ഷ നൽകുന്നുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ 3-ാമത്തെ അലോട്ട്മെന്റ് വരുന്നത് 15-ാം തീയതി ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. അപ്പോൾ അതിനുശേഷം ഈ താൽക്കാലികമായി ഇപ്പം നിലവിലെടുത്ത ആളുകൾ അതോടുകൂടി അവർ അവിടെ സ്ഥിരപ്പെടേണ്ടി വരും. കിട്ടിയില്ലെങ്കിൽ അവിടെ ഇപ്പം നിലവിൽ അവർ താൽക്കാലികമായി സീറ്റ് ഉറപ്പിച്ച സ്ഥലങ്ങളിൽ തന്നെ സ്ഥിരപ്പെടേണ്ടി വരും എന്നാണ് മാഷ്. ഇനി അല്ലെങ്കിൽ അവർക്ക് ചിലപ്പോൾ 3rd അലോട്ട്മെന്റ് വരുന്ന സമയത്ത് ചിലപ്പോൾ ഹയർ ഓപ്ഷനിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ 3rd അലോട്ട്മെന്റിൽ എവിടെയാണോ കിട്ടിയേക്കുന്നത് അവിടെ അവർ സ്ഥിരമായിട്ട് പ്രവേശനം നേടിയിരിക്കണം എന്നുള്ളതാണ്. അതിൽ അടുത്ത ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ അവിടത്തേക്ക് പോകണം. അപ്പൊ അങ്ങനെ ഒരു വീണ്ടും ഒരു ചെറിയൊരു ഒഴിവ് വരും. അപ്പൊ അതിലേക്ക് പിന്നെ ഒരു 3-ാം അലോട്ട്മെന്റിന് ശേഷം ഒരു ഇത് കൂടി സപ്ലിമെന്ററി അലോട്ട്മെന്റ് കൂടി വരുന്നുണ്ട്. അതിനകത്തും കുറച്ച് കുട്ടികളെ പരിഗണിക്കപ്പെടും. അതായത് ഈ 3 സ്ട്രീമിലും, അതായത് ഫസ്റ്റ് അലോട്ട്മെന്റ്, സെക്കൻഡ് അലോട്ട്മെന്റ്, 3rd അലോട്ട്മെന്റ്, ഈ 3ലും പെടാത്തവരെ സംബന്ധിച്ചിടത്തോളം വരുന്നതാണ് സപ്ലിമെന്ററി അലോട്ട്മെന്റ്. അതായത് ഏത് സ്കൂളിലാണോ വേക്കൻസി ഉള്ളത് ആ വേക്കൻസിക്ക് അനുസരിച്ചിട്ട് അവർ ഓൾറെഡി നൽകിയ അപേക്ഷ പുതുക്കി നൽകിയാൽ മതി. വീണ്ടും അപേക്ഷ കൊടുക്കേണ്ടതില്ല. ഇപ്പം സപ്പോസ് മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ ബയോളജി സയൻസിൽ ഒരു വേക്കൻറ്റ് ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ആ ഒരു വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. അതേപോലെ ഏതൊക്കെ സ്കൂളിലാണോ വേക്കൻസി ഉള്ളത് എന്ന് മനസ്സിലാക്കിയിട്ട് അവിടെ അപേക്ഷ പുതുക്കി നൽകണം. യെസ്. അപ്പോൾ അതാണ് ഈ വിവരം നിങ്ങളുമായി പങ്കുവെക്കാൻ വേണ്ടി വന്നതാണ്. നമ്മുടെ ക്യാമറ ചെയ്യുന്നത് ബാബുരാജ് കുന്നത്താണ്. വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും സ്നേഹം, നന്ദി. ഇനിയൊരു ഇന്റർനാഷണൽ കൊമേഴ്സ് പ്രൊഫഷണൽ ആകാം മട്ടന്നൂരിന്റെ മണ്ണിൽ നിന്നും. റാൻസ് അക്കാദമി CA, ACCA, CMA India, USCMA കോഴ്സുകൾ ഓഫ്ലൈൻ ഓർ ഓൺലൈനായി പഠിക്കാം. വിജയമുറപ്പാക്കാൻ കോമ്പറ്റന്റ് ഫാക്കൽറ്റീസിന്റെ ബെസ്റ്റ് ക്ലാസസ് വിത്ത് കണ്ടിന്യൂസ് മോക്ക് ടെസ്റ്റ് ആൻഡ് 1 മാസത്തെ പ്രീ എക്സാം റെസിഡൻഷ്യൽ ക്യാമ്പും. റാൻസ് അക്കാദമി, മട്ടന്നൂർ.